ഇന്ന് നമ്മൾ ക്യാരറ്റ് കൊണ്ട് ചെയ്യാവുന്ന 5 വെറൈറ്റി റെസിപ്പീസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൽ എരിവുള്ളൊരു പലഹാരമുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ചൂടായിട്ടുള്ളൊരു ഡ്രിങ്കും ഉണ്ട്, തണുത്തൊരു ഡ്രിങ്കും ഉണ്ട്, അതുപോലെ തന്നെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമുണ്ട്, പിന്നെ ഒരു സ്വീറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റും പാലും കൊണ്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. ഇളം ചൂടോടെ കുടിക്കാവുന്ന ഒരു അടിപൊളി ഡ്രിങ്ക്. അതിലേക്ക് ഞാനിവിടെ 1 ഗ്ലാസ് നിറച്ചും ക്യാരറ്റ് കഷ്ണങ്ങളാക്കി എടുത്തതും 1 ഗ്ലാസ് പാലും പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. 2 വിസിൽ വന്നപ്പോൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെച്ചു. അപ്പോഴാണ് ക്യാരറ്റ് നല്ല പോലെ വെന്ത് വന്നത്. ആവിയൊക്കെ പോയിട്ട് തുറന്നപ്പോഴേക്കും ഇതാ ക്യാരറ്റ് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇത് തണുത്ത് വന്നപ്പോൾ അതിലുള്ള ഒരു പാലും 2 ഏലക്കും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ കാഷ്നട്ട്സ് ഒന്ന് കളർ മാറി വരുമ്പോൾ മുന്തിരിയും കൂടെ ചേർത്തിട്ട് അത് നമുക്കിവിടെ കോരി മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്ത ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഈ നെയ്യിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ ഇതിൽ നല്ല പോലെ പിടിച്ച് കിട്ടുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇത് നല്ല പോലെ മെൽറ്റായിട്ട് വരും. പഞ്ചസാര മെൽറ്റായിട്ട് നല്ല പോലെ ഒന്ന് ക്യാരറ്റിലെ മധുരമൊക്കെ പിടിച്ച് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റിൻ്റെ കൂട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസും കൂടെ പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 1 ഗ്ലാസ് പാലും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 വലിയ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ചൂടൊക്കെ ഒന്ന് പോയി വരുമ്പോഴേക്കും ഇത് നല്ല പോലെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ക്യാരറ്റ് പായസം എന്നോ ക്യാരറ്റ് ഗീറെന്നോ അങ്ങനെ എന്തും പറയാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 വലിയ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് 1 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ല പോലെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ആവിയൊക്കെ പോകുമ്പോഴേക്കും ക്യാരറ്റ് നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റ് വെന്ത് വന്ന സമയത്ത് ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തണുത്ത് കഴിഞ്ഞാൽ ഈ പാല് ചേർത്തിട്ട് തന്നെ ഈ ക്യാരറ്റ് നമുക്കൊന്ന് അരച്ചെടുക്കാം. 2 ഏലക്ക കൂടെ ചേർത്തിട്ട് ഞാനിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ പാൽപ്പൊടിയും 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കുക കേട്ടോ. പിന്നെ ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി, അതായത് കാഷ്നട്ട്സും റൈസിൻസും ഒന്ന് വറുത്തെടുത്ത് കോരി മാറ്റി വെക്കുകയാണ്. ഇനി നെയ്യിലേക്ക് തന്നെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടില്ലേ ക്യാരറ്റും പാലൊക്കെ അരച്ചെടുത്ത് അത് നമുക്ക് ഈ കടായിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് കുറുക്കി ഒരു ഹൽവ ടൈപ്പിലാക്കി എടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ ഏകദേശം ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് കിട്ടും. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുറുക്കിയെടുക്കരുത്. അപ്പോൾ ആ ഒരു അരിപ്പൊടി നല്ലപോലെ വെന്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് തിക്കാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നെയ്യൊക്കെ പുരട്ടിയൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് ക്യാരറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ആദ്യം ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത് 1 കപ്പ് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം 1 നുള്ളു ഉപ്പും ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ 2 വിസിലടുപ്പിച്ചെടുക്കുക. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം.
2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. പിന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചെടുത്ത ആ ഒരു ക്യാരറ്റിൻ്റെ കൂട്ടില്ലേ അത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, അത് നിർബന്ധമൊന്നുമില്ല. എന്നിട്ടെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് കുഴികളിലൊക്കെ ഓയിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് 1/4 ഭാഗത്തോളം ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് നല്ലപോലെ പൊങ്ങി വരും കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പൊങ്ങി വരുമ്പോൾ പുറത്തേക്ക് പോകും. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. 5 മിനിറ്റൊക്കെ മതി, കാരണം ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി തണുത്തതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ആവിയിൽ വേവിച്ച പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് കൊണ്ട് ചെയ്യാവുന്നൊരു എരിയൻ പലഹാരം ഉണ്ടാക്കാം. നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലെ വിചാരിക്കാത്തൊരു പലഹാരമാണ് കേട്ടോ ഇനി ഉണ്ടാക്കാൻ പോണത്. ക്യാരറ്റ് വെച്ച് എപ്പോഴും നമ്മൾ മധുരമുള്ള പലഹാരങ്ങളാണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും. എന്നത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങ് മുറിക്കുന്ന രീതിയിലൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആവി കയറ്റി എടുക്കുക. ഇങ്ങനെ ആവി കയറ്റി എടുക്കുന്നതുകൊണ്ടാണ് ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ ക്യാരറ്റ് ആണെന്ന് തോന്നാത്തത് കേട്ടോ. കാരണം ക്യാരറ്റിനൊരു വേറൊരു ടേസ്റ്റ് ആണല്ലോ, ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കൂല കേട്ടോ ഇങ്ങനെ ചെയ്താൽ. ഒരു 3 മിനിറ്റ് ആവി കയറ്റി എടുത്ത് അത് തണുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് അതൊന്ന് ഇതിലൊന്ന് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം തുറന്നിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇനി ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അരമണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ അതിലൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇനി ഇതാ ഓരോന്നും എടുത്തിട്ട് എണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കാം. ഒന്നിച്ചിടുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും, അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ക്യാരറ്റ് കൊണ്ടുള്ള ഈ ഒരു എരിയൻ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ക്യാരറ്റ് കൊണ്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ക്യാരറ്റും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1.5 കപ്പോളുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തണുത്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് വെന്ത് തണുത്ത് കഴിഞ്ഞാൽ ഏലക്കായും പിന്നെ ഈ ഒരു തേങ്ങാപ്പാലും ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്താൽ നമ്മളെപ്പോഴും പശുവിൻ പാൽ വെച്ചിട്ടാണല്ലോ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതുപോലൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇനി ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ 4 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.